ഹായ് ഓൾ, നമ്മൾ ഇന്നലെ ചെയ്തത് ചെയിൻ സ്റ്റിച്ച് വെച്ചൊരു ഫ്ലവർ ചെയ്യലായിരുന്നു. ഇന്നിപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ച് രണ്ട് ഡിഫറെൻറ്റ് സ്റ്റിച്ചുകൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. വിപ്പിഡ് റണ്ണിങ്ങും വേവ് റണ്ണിങ്ങും. റണ്ണിങ് സ്റ്റിച്ച് ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ആദ്യം കാണിക്കുന്നത് വിപ്പിഡ് റണ്ണിങ് ആണ്. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കളർ ത്രെഡ് അല്ലാതെ ഡിഫറെൻറ്റ് ത്രെഡ് വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത അവിടുത്തെ തന്നെ കുത്തിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ മുകളിലേക്ക് എടുത്ത് ഇപ്പുറത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ താഴത്തേക്ക് ഇറക്കി കൊടുക്കുക. ത്രെഡിൽ കുടുങ്ങാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇത് വിപ്പിഡ് റണ്ണിങ് എന്നാണ് ഇതിനെ പറയുന്നത്. മുകളിലൂടെ മാത്രമാണ് ഇതെടുത്ത് ചെയ്യുന്നത്. ഇവിടെ റണ്ണിങ് എൻഡിങ്ങിൻ്റെ അവിടെ കൊണ്ട് കുത്തിയിറക്കി നോട്ടിട്ട് കൊടുക്കുക. കണ്ടോ? അടുത്ത സ്റ്റിച്ച് വേവ് റണ്ണിങ് ആണ്. നമ്മൾ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തെടുത്തുനിന്ന് തന്നെ കുത്തിയെടുക്കുക. എന്നിട്ട് താഴത്തുനിന്ന് മുകളിലേക്ക് ത്രെഡിൽ കുടുങ്ങാതെ വേണം എടുക്കാൻ. എന്നിട്ട് ഇതിൽ ഇപ്പുറത്തെ മുകളിലൂടെ ഇപ്പുറത്ത് താഴത്തെ ഭാഗത്ത് കൂടി ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. രണ്ട് ത്രെഡിലും ഡിഫറൻസ് ഇട്ട് വേണം ചെയ്യാൻ, അപ്പോഴേ ഒരു ഭംഗി കാണുള്ളൂ. റണ്ണിങ്ങിൻ്റെ എൻഡിൽ തന്നെ നമ്മൾ കുത്തിയിറക്കി നോട്ടിട്ട് കൊടുക്കുക. ഈ സ്റ്റിച്ചൊക്കെ കൂടുതലും ചെയ്യുന്നത് ബോർഡർ ഡിസൈനിങ്ങിന് വേണ്ടിയാണ്. കണ്ടോ? അപ്പോൾ ബാക്കിൽ റണ്ണിങ് മാത്രമേ വരുള്ളൂ. നമ്മൾ ഈ റണ്ണിങ്ങിൻ്റെ മുകളിലെടുത്ത ത്രെഡ് കാണുകയുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ. നാളെ വേറെ റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് തന്നെ വേറൊരു ഡിസൈൻ പരിചയപ്പെടുത്തുന്നതാണ്.